നമ്മൾ തുടങ്ങാം. നിങ്ങൾ ബഡ്ജറ്റ് കേട്ടതാണ്. ബഡ്ജറ്റിൻ്റെ അവിടെ കേട്ടതിനേക്കാളും കുറച്ച് അധികമുണ്ട്. കാരണം അല്പം ഇച്ചിരി അധികം വലിയ പേജുള്ള. അപ്പോൾ ഇനി ഒരു മാസത്തിലൊരു മുഴുവൻ വായിക്കുകയാണെങ്കിൽ 1 മണിക്കൂറോടെ വായിക്കത്തക്ക കുറച്ച് കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ് 4 വർഷക്കാലത്ത് കുറച്ച് ഫാക്ടറി ഉൾപ്പെടുത്തി. അപ്പോൾ അത് നോക്കണം. എല്ലാം അവിടെ പറഞ്ഞാൽ സമയം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇത് നമ്മുടെ കൂടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസാണ്, അദ്ദേഹത്തിൻ്റെ നമ്മുടെ സെക്രട്ടറിയാണ് ജയതിലക്, ഡോക്ടർ ജയതിലക്. ഈ അജിത് പാട്ടീൽ FR ആണ്, ഫിനാൻസ് റിസോഴ്സസിൻ്റെ സെക്രട്ടറി. കേശവേന്ദ്ര പിന്നെ എക്സ്പെൻഡിച്ചറിൻ്റെ റെൻ നമ്മുടെ സ്പെഷ്യൽ സെക്രട്ടറിയാണ്. സച്ചിൻ നമ്മുടെ ഇവിടെ ഫൈനാൻസിൻ്റെ ചാർജുള്ള ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. വാസ്തവത്തിലധികം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്രാവശ്യം ൊപ്പം കഴിഞ്ഞ തവണ നമ്മൾ എൻവയോൺമെൻറ്റ് അതിന് 6-ാം തീയതി അവതരിപ്പിച്ചു. ഇപ്രാവശ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ബഡ്ജറ്റ് ഡോക്യുമെൻറ്റുകൾ അതിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇതാണ് ഇപ്പോൾ വിതരണം ചെയ്ത് വരുന്നേ ഉള്ളൂ. നമ്മുടെ സിറ്റിസൺസ് ബഡ്ജറ്റാണ്, സിറ്റിസൺസ് ഗൈഡ് ടു ബഡ്ജറ്റ്. ഇപ്പം ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇതിപ്പം ഈ ബഡ്ജറ്റ് അതിൻ്റെ കണക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്നതല്ല. ഈ കണക്കെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രസ്താവനകൾ പോലെയുള്ളതല്ല. നമ്മളിതിനകത്ത് എല്ലാ കണക്കുണ്ട്, ഏതൊരാൾക്കും മനസ്സിലാവുന്ന തരത്തിലേക്കുള്ള എല്ലാ കണക്കുകളും അത് നമ്മുടെ മാതൃഭാഷയിൽ തന്നെയാണ് ചാർട്ടുകൾ സഹിതം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ആ ഡോക്യുമെൻ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഇത്തവണ ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണോ അല്ലയോ എന്നുള്ള സംശയം പലപ്പോഴും പ്രതിപക്ഷം പറയും. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ നോക്കുന്ന ആളുകളെന്ന നിലയിൽ ഇതിൻ്റെ ഓരോ ഭാഗവും നോക്കണം എന്ന് പറയാനാണ്. ബഡ്ജറ്റിനകത്ത് നമ്മൾ തുടങ്ങിയത് തന്നെ നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നേരത്തെയുള്ള കടുത്ത ഒരു സ്ഥിതിയേക്കാളും മാറി. ഒരു ഇതിനെ കവർ ചെയ്തെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷേ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും സിറ്റിസൺ ബഡ്ജറ്റിലും ഉണ്ട്, നമ്മുടെ ബഡ്ജറ്റിൻ ബ്രീഫിനകത്ത് എല്ലാ അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനകത്ത് ഈ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിൽ മാറ്റങ്ങൾ വന്നേ, ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം. നമ്മുടെ ബഡ്ജറ്റ് ബ്രീഫിലുണ്ട്, കോവിഡ് സമയം കഴിഞ്ഞത് വല്ലാത്ത സ്റ്റാഗ്നേഷനായിരുന്നു. വലിയ തോതിൽ ഫണ്ടുകളൊക്കെ കിട്ടുന്ന സമയമായിരുന്നു. കോവിഡ് സമയത്ത് ബോറോയിങ് കൂടുതലുണ്ട്. ആ സമയത്ത് 12,000 കോടി രൂപ GST കോമ്പൻസേഷൻ നമുക്ക് കിട്ടുമായിരുന്നു. ഇതെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് കണക്കുകൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ആവർത്തിക്കുന്നില്ല. അങ്ങനെ ആയിട്ട് പോലും നമുക്കൊരു 1,58,000 59,000 അപ്പുറത്തേക്ക് ചിലവ് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇതിനകത്തെല്ലാം നടത്തിയത്. പക്ഷേ ഈ വർഷം നമ്മുടെ എക്സ്പെക്റ്റിംഗ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് കഴിഞ്ഞ 4-ാം വർഷം റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റിനകത്ത് നമ്മൾ 1,78,000 കോടി രൂപയുടെ എക്സ്പെൻസാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അത് മാർച്ച് വരെയുള്ളതാണ്. ചിലപ്പോൾ അതിനകത്ത് 2,000-3,000 കോടിയുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. എപ്പോഴും REയിൽ വരുന്നത് അങ്ങനെയാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ 1,59,000 കോടിയിൽ നിന്നും 1,78,000 ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 18,000 കോടിയിലധികം രൂപ ഈ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് ഇങ്ങോട്ട് വരുമ്പോൾ ചെലവ് വന്നിട്ടുണ്ട്. അപ്പോൾ ചെലവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ആരംഭത്തിൽ പറഞ്ഞത്. ഒരു പോസിറ്റീവായ ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വരുന്നു. പക്ഷേ കിട്ടാനുള്ള 50,000 കോടിയിലധികം രൂപ കിട്ടേണ്ടതാണ്. കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ സംസ്ഥാനത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഭരണകക്ഷിയും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് തന്നെയാണ് ധനകാര്യ കമ്മീഷൻ മുന്നേ കാര്യങ്ങളും കണക്കുകളും അവതരിപ്പിച്ചത്. അവിടെ പറഞ്ഞ കണക്ക് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ കണക്കിനകത്ത് വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന് കിട്ടേണ്ടതനുസരിച്ച് അതെല്ലാം കിട്ടിയാൽ നമ്മുടെ സ്ഥിതി കുറച്ചുകൂടെ മെച്ചമാകും. എന്തായാലും നമ്മൾ ഡേ ടു ഡേ മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലേക്ക് ഇതാകെ നിന്നു പോകുന്ന സ്ഥിതിയിൽ നിന്നും മെച്ചപ്പെട്ട തരത്തിലേക്ക് നമുക്ക് വന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ടാക്സിൻ്റെ കാര്യത്തിൽ, റവന്യൂവിൻ്റെ കാര്യത്തിൽ വന്ന ഇമ്പ്രൂവ്മെൻറ്റാണ്. അതും ഇതിനകത്തുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. കണക്കതിനകത്ത് ബഡ്ജറ്റിൻ്റെ ആദ്യത്തെ ഒരു 5-8 പേജ് വായിച്ച അതിനകത്തുണ്ട്. 47,000 കോടിയായിരുന്നു സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ. അവിടുന്നാണ് 80,000 കോടിയിലേക്ക് ഈ വർഷം എത്തും. 81,000 കോടിയാണ് എക്സാക്ട്ലി ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ. 81,627. അതിൽ 80,000 കോടിയിലേക്ക് എത്തും. അന്ന് 47,000, ഇപ്പോൾ 80,000 എത്തും. അത് കോവിഡ് സമയത്തുള്ള ഒരു കണക്കിൽ നിന്ന് വരുന്നത് മാത്രമല്ല, കോവിഡ് വന്നുകൊണ്ട് ഗ്രോത്ത് നല്ലതുപോലെ വന്നു. പക്ഷേ കോവിഡിന്
ആ സമയത്ത് 47,000 ഉണ്ടാകുന്ന ഇപ്പോൾ 80,000 സ്റ്റേറ്റ് ഓൺ ടാക്സ്. നമ്മുടെ തനത് വരുമാനം നികുതിയും നികുതി ഇതരമായ വരുമാനം നോക്കുമ്പോൾ അത് 1,00,000 കോടിയിലേക്ക് അധികം വന്നു, 54,000 കോടി. അപ്പോൾ ആ ഗ്രോത്ത് ഉണ്ട്. സ്പെൻഡിങ്ങിൻ്റെ കാര്യം എടുത്താലും കഴിഞ്ഞ 5 വർഷക്കാലത്തെ ശരാശരി ഒരു വർഷത്തെ ചിലവ് ഒരു വർഷം 1,17,000 കോടിയാണ്, 2016 മുതൽ 2021 വരെ. അതിനു മുമ്പുള്ളത് എടുക്കുമ്പോൾ അതിനേക്കാളും വളരെ കുറവാണ്. ഞാൻ ആ കമ്പാരിസണിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഇത്രയും ഉണ്ടായിരുന്നതിന് വലിയ വെട്ടിക്കുറവ് വന്നു. എന്നിട്ടും ഈ ഗവൺമെൻറ് കാലത്ത് പലപ്പോഴും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പണമില്ല, ചുമ്മാതെ പറയുകയാണെന്നത് പറഞ്ഞ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പോലല്ല. ഇപ്പോൾ ഈ വർഷം 1,78,000 കോടിയാണ്. 1,00,000 1,78,000 എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ആവറേജ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3-4 വർഷത്തെ ആവറേജ് എടുക്കുകയാണെങ്കിൽ 1,64,000 കോടി, 50,000 കോടി അധികം വന്നു. അപ്പോൾ സാമ്പത്തിക രംഗത്ത് ആ ഗ്രോത്ത് ഉണ്ട്. ഈ വർഷം 1,78,000 കോടിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ അടുത്ത വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1,98,000 കോടിയാണ്. പ്രീവിയസ് എസ്റ്റിമേറ്റിലൊക്കെ ചെറിയ വ്യത്യാസം വരും ആക്ച്വൽ എസ്റ്റിമേറ്റ്. പക്ഷേ നമ്മളിപ്പം വരുന്ന എല്ലാ കണക്കൂടെ വെച്ചിട്ടാണ് ആ 1,80,000 കോടിയിലേക്ക് ഒരു 20,000 കോടിയും കൂടി അടുത്ത വർഷം ആകുമ്പോഴേക്കും ഗ്രോത്ത് വരുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയായി കണക്കും ബഡ്ജറ്റും അവതരിപ്പിച്ചേക്കുന്നത്. ആ ബഡ്ജറ്റ് വെറുതെ ഒരു ബഡ്ജറ്റായിട്ട് പോകുന്നതല്ല. ഈ അടുത്തൊരു വർഷക്കാലവും നിങ്ങളെല്ലാം കാണേണ്ടതാണ്, കണക്ക് നമ്മൾ നോക്കേണ്ടതാണ് എന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഫിനാൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നല്ല മെച്ചം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും കേരളത്തിൻ്റെ ഗ്രോത്തിനെ നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ്. വലിയ വലിയ പ്രഖ്യാപനങ്ങൾ വെറുതെ നടത്തുക എന്നുള്ളതല്ല, കൃത്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഞാനിവിടെ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ ചിലതെല്ലാ ഡീറ്റെയിൽസും പോകേണ്ടതില്ല, പിന്നെ ഇതിലുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട സ്പീക്കർ ഒരു അനുവാദം തന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ ചിലതൊക്കെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ബാക്കി അതിനൊക്കെ ഉണ്ട്. അതിൽ നോക്കുമ്പോൾ എല്ലാ മേഖലയെയും ബാധിക്കുന്ന തരത്തിലേക്കുള്ള നല്ല കുറേ കാര്യങ്ങൾ അത് നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് അനൗൺസ് ചെയ്യുന്നത് മാത്രമല്ല, കേരളത്തിൽ ഈ രംഗത്ത് വരുന്ന ഗ്രോത്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. സാധാരണഗതി കേരളത്തിലെ മൂലധന ചെലവിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര പണം വരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അത് എഫക്റ്റീവ് മൂലധനം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ യൂണിയൻ ബഡ്ജറ്റിനകത്ത് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡുണ്ട്. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ എടുക്കാറില്ല ഇവിടെ, സാധാരണ ഇങ്ങനെ പറയാറില്ല. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇത് ആദ്യമായിട്ടാണ് ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ് വന്നേക്കുന്നത്, നേരത്തെ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 14,000-15,000 ആണ് സാധാരണ നമ്മൾ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴും ഇതിനകത്ത് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കോളത്തിൽ നല്ലതുപോലെ വ്യത്യാസം വന്നതായിട്ട് കാണാം. ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ഈ വർഷം കറണ്ട് ഇയറിൽ 22,806 കോടിയാണ്. അടുത്ത വർഷം 26,968 കോടി വരും. ഈ തരത്തിൽ വരിക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മൾ 9,000 കോടിയിലധികം കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിൻ്റനൻസ് ഗ്രാൻഡ്, ഡെവലപ്മെൻറ്റ് ഫണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കിഫ്ബിക്കും മറ്റുമൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഇത് വരത്തില്ല. അതെല്ലാം കൂടെ വരുമ്പോൾ അത്രയും രൂപയുടെ പണി നടക്കുന്നുണ്ട്. നിങ്ങളുടെ റോഡിൽ എവിടെ നടന്നാലും എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടക്കാത്ത ഒരു സ്ഥലമില്ലല്ലോ. അപ്പോൾ അത്രയും കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. ഗ്രോത്തിൻ്റെ കാര്യത്തിൽ പൊതു കാര്യങ്ങളുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റിയിലെ ചിലവുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുന്ന തരത്തിലേക്ക് ഇതൊക്കെ പരസ്പരം നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പത്രപ്രവർത്തന രംഗത്ത് തന്നെ ഒരു കാര്യം നിങ്ങൾ കണ്ടു കാണും, PRDക്ക് അഡീഷണൽ ഫണ്ട് വെച്ചിട്ടുണ്ട്. എന്തിനാ? പത്രസ്ഥാപനങ്ങൾക്കും കുറേ കൊടുക്കണം എന്നുവെച്ചാൽ അഡീഷണൽ കൊടുക്കണം. ഞാൻ പറഞ്ഞത് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നു എന്നൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണല്ലോ ഇത് വെക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞത്. അതല്ലാതെ പറഞ്ഞിട്ടങ്ങ് പോകാൻ പറ്റില്ല. അപ്പോൾ പൊതുവിൽ നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലും പൊതുകാര്യങ്ങളിലും ഒക്കെ നമുക്ക് ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ പദ്ധതികൾ പലതും പ്രഖ്യാപിച്ചേക്കുന്നതും ആ തരത്തിൽ വലിയ ഗ്രോത്ത് ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ബേസിക് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റവന്യൂ കമ്മിയും ക്യാപിറ്റൽ പിന്നെ FD ഫിസിക്കൽ ഡെഫിസിറ്റും ഒക്കെ നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ജീവനക്കാർക്ക് 600 കോടി രൂപ, പെൻഷൻകാർക്ക് ഇപ്പോൾ 600 കോടി നമ്മളിപ്പോൾ ഈ മാസം തന്നെ കിട്ടും. ഈ മാസങ്ങളിൽ തന്നെ പെൻഷൻകാരുടെ ഒരു കുടിശ്ശിക, അതോടുകൂടി അവരുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ലാസ്റ്റ് ഗഡുവായി. ശമ്പള പരിഷ്കരണ കുടിശ്ശിക കുറച്ച് നാളായിട്ട് അനുവദിച്ചില്ല എന്നൊരു പ്രശ്നമുണ്ട്. കുടിശ്ശിക 4 ഗഡുവായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. ഏകദേശം 4,000 കോടിയാണ് 4 ഗഡു. അതിൻ്റെ പകുതി 2 ഗഡു ഈ മാർച്ചിനകം കൊടുക്കും എന്ന് പറഞ്ഞാൽ അത്രയും 2,000 കോടി രൂപ ഈ മാർച്ചിനകം കൊടുക്കുകയാണ്. അപ്പോൾ അത് PFE ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ PFE ചേർക്കുമ്പോൾ കിട്ടത്തില്ലല്ലോ എന്ന് പ്രതിപക്ഷം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. പക്ഷേ അതിൻ്റെ അടുത്ത സെൻറ്റൻസായിട്ട് ഞാൻ പറഞ്ഞത്, നേരത്തെ അവരുടെ PFE ലയിപ്പിച്ചേക്കുന്ന ഏകദേശം 2,000-ലധികം കോടി രൂപ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു.
ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് 2000 കോടി അഡീഷണൽ എക്സ്പെൻഡിച്ചർ വരും. അതിപ്പോൾ കൊടുത്തു. അടുത്ത ഏപ്രിൽ 1 തന്നെ പിന്നെ അടുത്തൊരു DA കൊടുക്കുമെന്നുള്ള പ്രഖ്യാപിച്ചു. അതിലൊക്കെ അപ്പുറം ഒരു പ്രധാന വാർത്ത നിങ്ങൾ TV യിൽ കൊടുത്തോ സ്ക്രോൾ ചെയ്തോന്ന് ഞാൻ കണ്ടില്ല, ഞാൻ എല്ലാ കാര്യവും കണ്ടില്ല. 1 ലക്ഷത്തിന് മേളിൽ താൽക്കാലിക ജീവനക്കാരുണ്ട് കേരളത്തിൽ. 1 ലക്ഷത്തിന് 1.5 ലക്ഷം വരും താൽക്കാലികം. ഞാൻ പറഞ്ഞ സർക്കാരിൻ്റെ മാത്രമല്ല, പല സ്ഥാപനങ്ങൾ കരാർ ജീവനക്കാർ അങ്ങനെ ഉണ്ടല്ലോ, പല മേഖലയിലുള്ളതാണ്. 1 ലക്ഷം പേർക്ക് മേലുണ്ടോ പലതരത്തിലും ഒക്കെ ചെയ്യുന്നത്. പലപ്പോഴും സർക്കാർ ഒരു ചെറിയ ടെമ്പററി ആയിട്ടൊക്കെ എടുക്കേണ്ട വരുന്നു. അവരുടെ വേതനം 5% വർദ്ധിപ്പിച്ചു. അതിന് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. 5% എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു 800, 700 മുതൽ 1000 അതിനകത്ത് മേളിലോട്ട് കിട്ടുന്നവരുണ്ടാവും. അത്രയും വർധന മാസം വരികയാണ്. വാസ്തവത്തിൽ അത്രയും ആളുകളുടെ മാസം ആ വരുമാനം കൂടുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ആളുകളായിട്ട് അങ്ങനെ കൊടുത്തിരുന്നില്ല, അതും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പിന്നീട് ജീവനക്കാരുടെ ദീർഘകാലമായിട്ടുള്ളതാണ് HBA. അത് സർക്കാർ ജീവനക്കാരുടെ പ്രധാനപ്പെട്ട മേഖലയിൽ നിന്ന് അവരുടെ വരുമാനത്തിൻ്റെ പ്രശ്നമാണ്. അവിടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് അത് ഇപ്പോൾ 2% സബ്സിഡിയോട് കൊടുക്കുന്ന പദ്ധതി വന്നിട്ടുണ്ട് ആ മേഖല എടുത്ത്. പിന്നീട് അപ്പം പൊതുവിൽ കടത്തിൻ്റെ എല്ലാം കാര്യം ഞാൻ പറഞ്ഞു. പിന്നീട് ഈ സംസ്ഥാന സർക്കാർ കാര്യം കഴിഞ്ഞ് പിന്നെ അഷ്വേർഡ് പെൻഷൻ്റെ കാര്യം നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അഷ്വേർഡ് പെൻഷൻ ഇപ്പോൾ നിങ്ങൾക്കറിയാം 3 വർഷത്തിനിടയിൽ 3 പ്രാവശ്യമാണ് കേന്ദ്രത്തിൻ്റെ നിയമങ്ങളിൽ മാറ്റം വന്നത്. വാസ്തവത്തിൽ നമ്മൾ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ധനകാര്യമന്ത്രിയും ലോ മിനിസ്റ്ററും ചീഫ് സെക്രട്ടറിയുടെ ഒക്കെ ഒരു കമ്മിറ്റി ഉണ്ട്. ഞങ്ങൾ ചില മീറ്റിങ്ങുകൾ ചേർന്നിരുന്നു. പക്ഷേ സെൻട്രലിൻ്റെ ചില കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ വേണം. ഇപ്പോൾ അവരുടെ ആ പുതിയ അഷ്വേർഡ് സ്കീം യൂണിഫൈഡ് പെൻഷൻ സ്കീം അതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വയനാടിന് പണം കിട്ടുന്നതിൻ്റെ തടസ്സം നമ്മുടെ വയനാട് പുനരധിവാസത്തെ ബാധിക്കുമോ എന്ന ചോദ്യം കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ പറയുന്നുണ്ട്. ഒരു കാരണവശാലും അത് ബാധിക്കില്ല എന്ന് മാത്രമല്ല, ആകെ ആ ഭൂമി കിട്ടുന്നതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ നിർമ്മാണം തുടങ്ങും. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 1 വർഷത്തിനകം അത് പൂർത്തീകരിക്കണമെന്നാണ്. കാരണം അങ്ങനത്തെ ഒരു നിർമ്മാണ രീതിയാണ്. 750 കോടി രൂപയാണ് അതിനു വേണ്ടി മാത്രം വരുന്നത്. കുറച്ചൊക്കെ നമുക്ക് സന്നദ്ധ സംഘടനകളുടെ എല്ലാം സഹായം കിട്ടും. കേന്ദ്രത്തിൽ നമ്മൾ ഇനിയും വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊന്നും കിട്ടിയാലും ഇല്ലെങ്കിലും ഈ കാര്യത്തിനകത്ത് തടസ്സം ഉണ്ടാവില്ല. വയനാട് ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള എല്ലാ പുനരധിവാസവും നടത്തുമെന്ന് ഇതിനകത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് മെട്രോ റെയിലിൻ്റെ കാര്യമാണ്. നമ്മുടെ കേരളത്തിലെ ബേസിക് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ റെയിൽ വേണമെന്നാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം മെട്രോ റെയിലിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ അടുത്ത വർഷം തുടങ്ങുമെന്ന് പറഞ്ഞു. കാരണം വിഴിഞ്ഞമെല്ലാം വന്ന് മുഴുവൻ സ്ഥലവും എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിക്കഴിഞ്ഞിട്ടല്ലേ ഇത് പണിയാൻ പോകേണ്ടത്. ഈ മെട്രോ റെയിൽ എന്ന് പറഞ്ഞാൽ പോളിസിയും DPR ഒന്നും ആയിട്ടില്ലെങ്കിലും ഞാൻ പറയാം, വിഴിഞ്ഞത്തുനിന്ന് സിറ്റിയുടെ അങ്ങേയറ്റിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഉള്ള സിറ്റി ആയിരിക്കത്തില്ല, വിഴിഞ്ഞം വരെ ആയിരിക്കും. വിഴിഞ്ഞം വളരെ വലിയ ഗ്രോത്തിൽ വരുന്ന സ്ഥലമാണ്. അപ്പം അങ്ങനെയുള്ള മെട്രോയുടെ പ്ലാനിംഗ് ഒക്കെ ഇപ്പോൾ നടക്കണം. അടുത്ത വർഷം കൃത്യമായിട്ട് അത് നടത്തിപ്പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഈ ലൈഫിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും സാധാരണക്കാരുടേതാണല്ലോ ഈ ലൈഫ് പദ്ധതി. ഏറ്റവും ഉയർന്ന വിഹിതം വെച്ചേക്കുന്നത് ഇപ്രാവശ്യമാണ്. ലൈഫിൻ്റെ പദ്ധതിക്ക് പണം ഇനിയും കിട്ടാനുണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ 5.5 ലക്ഷം പേർക്ക് വീട് കൊടുക്കുക. ഈ വർഷം 1 ലക്ഷം വീട് പൂർത്തീകരിക്കും. ചെറിയൊരു പദ്ധതിയല്ല. അപ്പോൾ ഈ 1160 കോടി രൂപ ഇത് നമ്മുടെ ലൈഫ് തുടങ്ങിയ കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ബഡ്ജറ്റ് വിഹിതമാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും 774 കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തേക്കാളും അധികം കൊടുത്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം ആകെയുള്ളത് 28% വർദ്ധിപ്പിച്ചു. പിന്നെ ഓരോ മേഖലയിലും ഇതേപോലെ വലിയ വർധന വന്നിട്ടുണ്ട്. നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനവും പുതിയ തരത്തിലുള്ള മേഖലകളിൽ കൂടുതൽ പണം മുടക്കുന്നതുമായിട്ടുള്ള പദ്ധതികൾ കുറേ പറഞ്ഞിട്ടുണ്ട്. അത് ലോങ് റണ്ണിൽ ഗുണമുണ്ടാക്കുന്നതാണ്. അതിപ്പം വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ഗ്രോത്ത് ട്രയാങ്കിൾ 1000 കോടി രൂപ ഇപ്പോൾ കിഫ്ബിയുടെ ഫണ്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ചില ജോയിൻറ്റ് സാധനങ്ങൾ വരുന്നുണ്ട്. ഇനിയും പണം വേണ്ടി വന്നാൽ മാറ്റി വെക്കും ഇനി. കാരണം വലിയ തോതിൽ നിക്ഷേപം വന്നാൽ മാത്രമേ നമ്മുടെ ഈ വിഴിഞ്ഞത്തിനെ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റൂ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കാണും, വിഴിഞ്ഞത്തിൻ്റെ ഭാഗത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അവരുടെ വാണിജ്യ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു സെൻറ്ററൂടെ വരുന്നതിന് നമ്മളിപ്പോഴേ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 100 ഏക്കർ സ്ഥലം, അല്ലെങ്കിൽ അവർക്ക് ആകെ 100 ഏക്കർ വേണ്ടി വരില്ല. പക്ഷേ ഓരോരുത്തരുടെയും ഒരു സെൻറ്റർ ഉണ്ടാവും. പക്ഷേ അത് വെച്ചാൽ വിഴിഞ്ഞ ഒരു വലിയ ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ കേന്ദ്രമാവും, ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലമാവും. അതുകൊണ്ട് ആ തരത്തിലാണ് ഗവൺമെൻറ് കാണുന്നത്. ഗ്രോത്ത് സെൻറ്ററിൻ്റെ കാര്യം പറഞ്ഞു. പിന്നീട് നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെയും ഒക്കെ മേഖലയിലുള്ള ഡെവലപ്മെൻറ്റ്, GPO വളരെ വലിയ മാറ്റങ്ങൾ വരുന്ന ഏരിയകളാണ് ഈ GPU ക്ലസ്റ്റർ, അതുപോലെ പിന്നെ GCC, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്.
പുതിയ ഒരു മോഡൽ ഡെവലപ്മെൻറ്റ് കിഫ്ബിയുടെ വരുന്ന ഒരു മേഖലയാണ് മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൊല്ലത്തൊരു പൈലറ്റ് പദ്ധതി പറഞ്ഞു. കാരണം ഇപ്പോൾ നമ്മളുടെ സ്ഥലം മേടിച്ചിട്ടേ നമുക്കൊരു ബിസിനസ് സാധാരണ തുടങ്ങുള്ളൂ. ലാൻഡ് അക്വിസിഷൻ 3 വർഷം എടുക്കും പലപ്പോഴും, വില വളരെ കൂടുതലാവും. കൊല്ലം കോർപ്പറേഷൻ്റെ പിന്നെ ഉടമസ്ഥതയിൽ ടൗണിൽ കിടക്കുന്ന സ്ഥലമുണ്ട്, അവർക്ക് ഷെയറൂടെ കിട്ടണം. ഇതൊരു ജോയിൻറ്റ് വെഞ്ചർ ആവണം. അതിൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റാണ്. 2 പദ്ധതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇത് സക്സസ്ഫുൾ ഒരു മോഡലാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 1 വർഷം കൊണ്ട് ആ കെട്ടിടം കെട്ടിത്തീർക്കണമെന്നുള്ള ലൈനോട് നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം പുതിയ സ്ട്രക്ചർ മെത്തേഡ്സ് ഉണ്ട്. 3-4 വർഷം കൊണ്ട് പണിഞ്ഞിട്ട് എന്താ കാര്യം? സ്പീഡിൽ വേണം. അങ്ങനെ വന്നാൽ ഒരു 100 സ്ഥലത്ത് ആദ്യം വരുന്ന ഒരു 100 സ്ഥാപനങ്ങൾക്കെങ്കിലും ഇത് തുടങ്ങാം. 100 സ്ഥലത്ത് സാധാരണഗതിയിൽ അങ്ങനെ ബഡ്ജറ്റ് സപ്പോർട്ട് ചെയ്യേണ്ടതല്ലെങ്കിലും ഒരു സീഡ് മണി എന്ന് പറഞ്ഞൊരു 100 കോടി വെച്ചേക്കുന്നുണ്ട് അതിന്. കാരണം ഇപ്പോൾ ആദ്യമേ ഒരു 10-50 സ്ഥാപനങ്ങൾ വരുമോ, ഞങ്ങൾ കുറച്ച് സ്ഥലം എടുക്കാം, ഞങ്ങളിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ സീഡ് മണി കൊടുക്കുന്നതിന് കൂടുതൽ സ്ഥാപനങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ടാണ് 100 കോടി രൂപ അതിന് മാത്രം വെച്ചിട്ടുണ്ട്. ഒരു പുതിയ മേഖലയാണ് അത് വരുന്നത്. പിന്നീട് ഏജൻറ്റിക് ഹാക്കത്തോൺ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മാധ്യമ രംഗത്തെ അവാർഡുകൾ മാധ്യമപ്രവർത്തകരുടെ തന്നെ അഭിപ്രായമായിരുന്നു, കുറച്ചു കാലം മുമ്പ് നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് അതിനുള്ള ആ അവാർഡുകൾ വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിച്ചു. വലിയ തുകയുടെ അല്ല, പക്ഷേ അങ്ങനൊരു കാര്യം വന്നിട്ടുണ്ട്. കെ ഹോംസ് എന്ന് പറയുന്നൊരു പദ്ധതി വളരെ വലിയ ഒരു പദ്ധതി ആയിരിക്കും. കാരണം അത് നമ്മുടെ നാട്ടിൻപുറത്തെല്ലാം ഇപ്പം ഈ വീട്ടിൽ കാലി കിടക്കുന്ന വീടുകളുണ്ട്, ആളുകൾ താമസിക്കുന്ന വീടുകളുണ്ട്. പ്രത്യേകിച്ച് വലിയ ടൂറിസ്റ്റ് സെൻറ്ററിലൊക്കെ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന, അവരുടെ ഓണർഷിപ്പ് നിർത്തുക, ആളുകൾ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹോം സ്റ്റേ പോലുള്ളതിനേക്കാൾ ഡെവലപ്പ് ചെയ്താവുന്ന ഒരു സ്കീം പുതുതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പിന്നീട് കോവർക്കിംഗ് സ്പേസിനെ പറ്റി നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ചില പേരുകൾ അതിൽ പറഞ്ഞു. അത് അങ്ങനെ പേരുകൾ പറയുന്നത് കുറച്ച് പേരുടെ പേര് പറഞ്ഞു, ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞില്ല എന്നുള്ള വിഷമം വരാം. പക്ഷേ വളരെ സ്റ്റാർട്ടപ്പായിട്ട് ഇപ്പോൾ തുടങ്ങിയ 10-25 വയസ്സ് ഉള്ള ചെറുപ്പക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. വളരെ ഉൾപ്രദേശങ്ങളിലൊക്കെ 100-300 പേര് വർക്ക് ചെയ്യിക്കുന്ന സ്ഥാപനങ്ങൾ. അത് നേരത്തെ IT ഒക്കെ ആയിരുന്നു. ഇപ്പോൾ മെഡിക്കൽ ഡിവൈസസ്. കഴിഞ്ഞ ദിവസം ഉപ്പേരി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത ചെറുപ്പക്കാരന് 70 കോടിയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്തേക്ക് വന്നത്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഉള്ള അവർക്ക് സ്വന്തമായിട്ട് സ്ഥലം ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രത്യേക ഫണ്ട്, ഹൈഡ്രജൻ ഉൽപ്പാദനത്തിനുള്ളത്. എഥനോൾ ഒരു വിവാദമായ വിഷയമാണ്. എഥനോളിന് നമ്മൾ പറഞ്ഞത് എഥനോൾ ചെലവ് കുറച്ച് കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതിനുള്ള റിസർച്ചും ഡെവലപ്മെൻറ്റുമാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നതാണ്. പിന്നീട് ഈ മുതിർന്ന പൗരന്മാരുടെ കാര്യത്തിലുള്ള പദ്ധതികൾ, ഇങ്ങനെ പിന്നെ വനമേഖലയ്ക്ക് ഒരു സ്പെഷ്യൽ പാക്കേജ് പോലെ കുറച്ച് ഇപ്പോൾ കൊടുത്ത ഫണ്ട് തന്നെ നേരത്തെ ഉള്ളതിനേക്കാളും വളരെ കൂടുതലായി വർഷം കൊടുത്തത്. ഫണ്ട് കിട്ടിയതുകൊണ്ട് പ്രശ്നമൊന്നും തീരത്തില്ല. എന്നാലും ഒന്നാമത്തെ കാര്യം കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് ആലോചിച്ചിട്ട് നിയമപരിഷ്കാരം വരണം. അതിന് നമ്മളൊരു സ്റ്റെപ്പ് എടുക്കണം എന്നാണ് ആലോചിക്കുന്നത്. അതിന് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കണക്ഷൻസൊക്കെ എന്താണ് ഇൻ്റർനാഷണൽ പ്രാക്ടീസസ് നോക്കണം. രണ്ടാമത്തെ കാര്യം അവിടെ കൂടുതൽ ഫണ്ട് വേണം. സാധാരണ ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ചു വെച്ചത് കൂടാതെ ഒരു 50 കോടി കൂടെ അതിന് പറഞ്ഞിട്ടുണ്ട്. തീരദേശ മേഖലയ്ക്ക് ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഫണ്ട് വെക്കുന്നുണ്ട്. ആ മേഖലയിൽ ചില പ്രത്യേക പ്രാധാന്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നീട് എല്ലാ മേഖലയിലും ടൂറിസവുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഊർജ്ജവുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് സാധാരണ ഇലക്ട്രിസിറ്റി ബോർഡ് ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അവിടെ ഈ പമ്പ്ഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ നല്ല വെള്ളം അടിച്ച് കയറ്റി അത് വീണ്ടും വൈദ്യുതി ഉപയോഗിക്കുകയാണ്. പക്ഷേ അതിന് കുറച്ച് ക്യാപിറ്റൽ കമ്പനി തന്നെ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഉപയോഗിക്കാൻ വേണ്ടി 100 കോടി രൂപ സർക്കാർ അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. വ്യവസായ മേഖലയ്ക്കും മറ്റ് മേഖലയുടെ എല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് ഓരോന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ടൂറിസം, പൊന്മുടിയിലേക്കുള്ള റോപ്പ് വേ, മറ്റ് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ പൊതുവിദ്യാലയങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള ബന്ധത്തിനുള്ള കാര്യം, ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളത് കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഉള്ള ധാരാളം പദ്ധതികൾ, വിജ്ഞാന കേരളം പോലെയുള്ള കംപ്ലീറ്റ് ആൾക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടാനും അവരെ എക്വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പുതിയ ടെക്നോളജിയുടെ കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് സാധാരണ ഇല്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ സീനിയർ സിറ്റിസൺസിന് ന്യൂ ഇന്നിങ്സ് എന്ന് പരിപാടി വെച്ചു. വാസ്തവത്തിൽ ഈ ബഡ്ജറ്റിൻ്റെ കാര്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പല ചർച്ച ചെയ്ത് കിട്ടിയ ഇൻപുട്ടുകളാണ്. ശ്രീ ക്രിസ് ഗോപാലകൃഷ്ണനാണ് ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ IT മേഖല, അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ പ്രായമുള്ള ആളുകളെ കുറച്ച് ഉപയോഗിച്ചുകൂടെ. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആളുകളാണ്. 10-55 വയസ്സിൽ 60 വയസ്സിലൊക്കെ റിട്ടയർ ചെയ്തിട്ട് ആളുകൾ പോയിരിക്കുന്നത്. വലിയ എക്സ്പെർട്ടൈസ് ഉണ്ട്. പലപ്പോഴും അവർക്ക് ഫണ്ടും മറ്റൊരു ചെറുപ്പക്കാരൻ വരുന്നതിനേക്കാളും കുറച്ചുകൂടെ ഫണ്ടിൻ്റെ റിസോഴ്സസ് കാണും. അങ്ങനെയാണ് കെ ഹോം നമ്മുടെ ഈ പറഞ്ഞ ന്യൂ ഇന്നിങ്സ്. അതൊരു ഇനിഷ്യലി ഒരു 5 കോടിയെ വെച്ചിട്ടുള്ളെങ്കിലും നിങ്ങൾക്കറിയാം KFC ചിക്കൻ തുടങ്ങിയ ആൾ 60-65 വയസ്സിൽ പോയിട്ടാണ് KFC എന്ന് പറയുന്ന ചിക്കൻ കമ്പനി തുടങ്ങുന്നത്. അയാളുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ട് പോയതാണ്. വളരെ പ്രശസ്തനായ മനുഷ്യനാണ്. അദ്ദേഹത്തെപ്പറ്റിയുള്ള വാർത്തകളൊക്കെ ഐറ്റപ്പുകളൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ.
അപ്പോൾ നമുക്ക് കേരളത്തിലാണെങ്കിൽ പുതിയ കുട്ടികൾ 3 ലക്ഷം, പ്രായമുള്ളവർ നേരത്തെ 6 ലക്ഷം ഉണ്ടായിരുന്നത് ഇപ്പം 3 ലക്ഷം. ഇങ്ങനെയൊക്കെ ഒത്തിരി ഡെമോഗ്രഫിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ബഡ്ജറ്റ് ഭാവിക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ബഡ്ജറ്റാണ്. അതേസമയം ഇടക്കാലത്തുണ്ടായിരുന്ന വല്ലാത്തൊരു സ്ട്രിഞ്ചൻസി മാറി കുറച്ചുകൂടെ നമുക്ക് ഹോപ്പ്ഫുള്ളായിട്ട് പോകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളുണ്ടെന്ന് പ്രതീക്ഷ വെക്കുന്ന കാര്യമാണ്. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യവും അമിതമായി പറഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്നതല്ലല്ലോ രീതി. പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് നേരത്തെ ശ്രമിച്ചത്. നേരത്തെ പറഞ്ഞതിനേക്കാളും കഴിഞ്ഞ റൂൾ 300-ൽ മുഖ്യമന്ത്രി അവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനേക്കാളും പുതുതാണ് ഇപ്പോൾ ഈ രണ്ട് കുടിശ്ശിക, പെൻഷൻ അല്ല ശമ്പള പരിഷ്കരണ കുടിശ്ശിക നമ്മളന്ന് അവിടെ കമ്മിറ്റ് ചെയ്തതല്ല, പക്ഷേ അത് അഡീഷണലായിട്ട് കൊടുത്തു. അതാണ് പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഉള്ള കാര്യം സത്യസന്ധമായി പറയും. ഇങ്ങനെ കേന്ദ്രം 50,000 കോടി, ഇപ്പോൾ യൂണിയൻ ബഡ്ജറ്റ് വന്ന ദിവസം എല്ലാവരും പറഞ്ഞതാണ് കേരളത്തിനൊന്നും മാറ്റി വെച്ചിട്ടില്ല, വേണ്ടത്ര എന്നല്ല, ന്യായമായിട്ടില്ല. റെയിൽവേയുടെ പണം കുറച്ചു, മറ്റുള്ള മേഖലയെ കുറച്ചു, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പണം കൊണ്ടുവരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം അവിടെ നടക്കുന്നത്. അപ്പോൾ അത്രയും നമ്മളെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനം എടുക്കുമ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നല്ല കോൺഫിഡൻസോടുകൂടി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥിതി തന്നെയാണ്. അത് കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി തന്നെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യം, ലോകത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കോ അടുത്ത 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ സ്ഥിതി വലിയ മാറ്റം ഉണ്ടാവുന്നതാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായ ധാരണയാണ്. വ്യക്തിപരമായ മാത്രമല്ല, കാരണം ഇന്നലെയാണല്ലോ 40 മണിക്കൂർ ഈ ചങ്ങലയിട്ട് ആളെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഇറക്കിയത് അമേരിക്കയിൽ നിന്ന്. അപ്പോൾ ഓരോ സ്ഥലത്തും അവർ തീരുമാനിക്കുന്ന തരത്തിലേക്ക് എല്ലാ തരത്തിലുള്ള സംഗതികളും കൊണ്ടുപോകുമ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിൽ, ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പിൽ, എംപ്ലോയ്മെൻറ്റിലൊക്കെ വലിയ വ്യത്യാസം വരും. അപ്പോൾ ഇന്ത്യക്കകത്ത് നമുക്കൊരു പോസിറ്റീവായ കാര്യമുണ്ട്, നമുക്ക് വലിയൊരു മാർക്കറ്റുണ്ട്, നമുക്ക് ധാരാളം ജനങ്ങളുണ്ട്, ധാരാളം എഡ്യൂക്കേഷനുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഇവിടെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് സെൽഫ് സഫീഷ്യൻ്റായിട്ട് നിൽക്കാൻ പറ്റുന്നൊരു രാജ്യമാണ് നമ്മുടെ. അതനുസരിച്ചിട്ട് എക്കണോമിയെ സ്ട്രെങ്തൻ ചെയ്യുന്നതിനൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കേണ്ട ഒരു ഘട്ടം, അല്ലാതെ ചെറിയൊരു കാര്യമല്ല. അങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. ആ തരത്തിൽ ഭാവിക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യമാണ്. കപടമായ കാര്യങ്ങളോ ഇല്ലാത്ത വാഗ്ദാനങ്ങളോ നടത്തുന്നതല്ല, പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും നടത്താൻ ശ്രമിക്കുന്ന തരത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ കാര്യത്തെ കണ്ടിട്ടുള്ളത്. ഞാൻ വ്യക്തിപരമായി അത്തരമൊരു കാര്യത്തിൽ തന്നെയാണ് ശ്രമിക്കുന്നത്. കൂടുതലും ഈ ചുമ്മാതെ ഒരു കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് കൃത്യമായി ജനങ്ങളോട് ധാരണ പറഞ്ഞു ചെയ്യുന്ന അതൊരു നല്ലതെന്നുള്ള വിധത്തിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് ഈ ബഡ്ജറ്റ് ഒന്ന് നോക്കി അത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയണം. കാരണം നിങ്ങളാണ് എല്ലാ ദിവസവും ഇത്തരം കാര്യങ്ങളിലൊക്കെ നിരന്തരമായി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. അതൊന്ന് നോക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാ സപ്പോർട്ടും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ് വന്നിട്ടുണ്ട്. വ്യക്തിപരമായ ധനകാര്യമന്ത്രി എന്ന നിലയിലും വളരെ പോസിറ്റീവായിട്ടാണ് കഴിഞ്ഞ 4 വർഷവും പൂർണ്ണ ബഡ്ജറ്റ്, ഇപ്പോൾ 4 ബഡ്ജറ്റും അതിനുമുമ്പൊരു അപ്ഡേറ്റഡ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സമയവും വളരെ നല്ല സപ്പോർട്ടാണ് മാധ്യമപ്രവർത്തകരുടെ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറയണം. കാരണം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഇറ്റ് ഈസ് എ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്, നോട്ട് ആൻ എൻഡ് പോയിൻറ്റ്. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇനിയിപ്പം ചർച്ച കഴിഞ്ഞിട്ട് ചിലപ്പോൾ അപ്ഗ്രഡേഷനൊക്കെ വരുമായിരിക്കും, കേൾക്കും, ചർച്ചകൾ കേൾക്കും. പക്ഷേ പിന്നീട് ചെയ്യേണ്ടത് 1 വർഷക്കാലമാണ്. അതിന് ഏറ്റവും വലിയ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഏതാ അത് അങ്ങനെ സാധാരണക്കാരെ ബാധിക്കുന്നൊരു വിഷയമായി വരുന്നതല്ല. നമ്മൾ ശതമാനം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നാം 50% വലിയ വർധനയാണ് വന്നത്. ആ റേറ്റ് നിങ്ങൾ കണ്ടു കാണും. ഒരു 5 രൂപയുള്ള 2.5 സെൻറ്റിനാണ്. 6 എന്ന് പറഞ്ഞാൽ 2.5 സെൻറ്റാണ്. 5 രൂപ 2.5 സെൻറ്റിന് 5 രൂപയായിരുന്നു ഒരു വർഷം അടയ്ക്കേണ്ടത്. അത് 7.5 രൂപയായി. പെർസെൻറ്റേജ് പറഞ്ഞാൽ 50%. കഴിഞ്ഞ 50 ഇയേഴ്സായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യാത്തൊരു വിലയാണ്. കാരണം ഇതിൽ നിന്ന് ആകെ ഉണ്ടാകുന്ന 100-100 കോടി രൂപയുടെ വരുമാനം ഉള്ളതെന്നുള്ളതുകൊണ്ട് അതിങ്ങനെ നെഗ്ലക്റ്റ് ചെയ്തു. പക്ഷേ അത് പ്രോപ്പറായിട്ട് ഇപ്പോൾ തന്നെ 900 കോടി രൂപയുടെ ഡിജിറ്റലൈസേഷനും കമ്പ്യൂട്ടറൈസേഷനുമാണ് ഈ വില്ലേജ് ഓഫീസ് മാത്രം സർവേക്കൊക്കെ ആയിട്ട് നമ്മൾ ചിലവാക്കി സിസ്റ്റമാക്കി. ഇപ്പോൾ ഈ ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ പഴയ റവന്യൂ സെക്രട്ടറിയാണ് ഇപ്പോഴത്തെ ഫിനാൻസ് സെക്രട്ടറി. ഇതൊക്കെ ഒരു സ്വിച്ചിൽ നമ്മുടെ മുഴുവൻ ഡാറ്റയും കയ്യിൽ കിട്ടുന്ന തരത്തിലേക്ക് അഡ്വാൻസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പണമൊന്നും ഇതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 5 രൂപ എന്നുള്ളത് 7.5 രൂപയാക്കി എന്നുള്ളതിന് വേണമെങ്കിൽ ഒരു പ്രതിഷേധം പറയാം. പക്ഷെ ജനങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ജനങ്ങളെ അങ്ങേറ്റത്തെ വിശ്വാസത്തിലെടുത്ത് ഈ കാര്യം ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കിഫ്ബിയുടെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ഇനി പറഞ്ഞത് തന്നെ ഒരു വരുമാന സ്രോതസ്സായ മോഡലാണ്. ഇപ്പോൾ കൊല്ലത്ത് നമുക്ക് അവിടെ അവരുടെ സ്ഥലം കിട്ടി. കൊല്ലം ടൗണിന് നടക്കുക ചിന്നക്കട തന്നെയാണ്.
അവിടെ അത് കിട്ടിയാൽ 10 വർഷത്തിനകം സാധാരണ 10-30 വർഷം കൊണ്ട് കിട്ടേണ്ട ക്യാപിറ്റൽ റിട്ടേൺ കിട്ടേണ്ട ഒരു മോഡലാണ്. കിഫ്ബി കുറച്ച് ലോങ് ജസ്റ്റേഷനാണ് സാധാരണ. പക്ഷേ ടൗണിൻ്റെ നടുക്ക് ഒരു വലിയ കൊമേഴ്സ്യൽ കോംപ്ലക്സ് വന്നു കഴിഞ്ഞാൽ ആ പണം അതിനേക്കാളും വേഗത്തിൽ കിട്ടും. നമ്മുടെ കയ്യിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നതിൻ്റെ തൊട്ട് അസറ്റ് മോണിറ്റൈസേഷൻ ആ തരത്തിൽ ചെയ്യാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ സെൻട്രൽ പലപ്പോഴും വേണ്ടത്ര ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥലം കിടക്കുന്നു, മറ്റു കാര്യങ്ങളുണ്ട്, അതുണ്ടാവാം. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ടോളിൻ്റെ കാര്യം അല്ലെങ്കിൽ ഇന്നത് തീരുമാനിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇത്തരം കാര്യങ്ങൾ പലതും ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വാർത്ത വന്നുകൊണ്ട് ഞാൻ പറയാം. ഒരു കാര്യം പറയാം, കേരളത്തിന് പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള കമ്പനികളല്ല ഇപ്പോൾ നാഷണൽ ഹൈവേ ഒക്കെ എടുക്കുന്നത്, എല്ലാം ടോൾ റോഡാണ്, വലിയ എമൗണ്ടിലാണ് എടുക്കുന്നത്. അതിന് നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ നാട്ടിൽ ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തണമെന്നുള്ളതിന് അല്ലെങ്കിൽ വരുമ്പോൾ നമ്മളതിന് തടസ്സം പറയല്ല. എന്തായാലും കിഫ്ബി ഒറിജിനലി ആസ് പെർ ദ കിഫ്ബി ആക്ട് റവന്യൂ ജനറേറ്റിംഗ് മോഡലുകൾ വേണം എന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇപ്പോൾ തന്നെ റവന്യൂ ജനറേറ്റിംഗ് ആയ കുറേ സ്കീമുകളുണ്ട്. അതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെയാണ് ഈ വലിയ പദ്ധതികൾ എല്ലായിടത്തും കൊടുത്തത്. പക്ഷേ എല്ലാം റവന്യൂ ജനറേറ്റിംഗ് ആക്കാൻ പറ്റത്തില്ല. ആശുപത്രി റവന്യൂ ജനറേറ്റിംഗ് ആക്കാൻ പറ്റുമോ? സ്കൂള് റവന്യൂ ജനറേറ്റിംഗ് ആക്കാൻ പറ്റുമോ? അപ്പോൾ അതിന് നോക്കുന്ന തരത്തിലാണ്. എന്തായാലും ഈ സംവിധാനം നിലനിൽക്കാനും ഇത് മുന്നോട്ട് പോകാനും പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. അത് കൃത്യമായി നേരത്തെ ഉള്ളതാണ്, ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ ആ കാര്യത്തിനെ സംബന്ധിച്ച്. അങ്ങനല്ല, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഏകദേശം ഇപ്പം 12,000 കോടി രൂപയാണ് ഒരു വർഷം നമ്മുടെ ഈ പറഞ്ഞ തുകയ്ക്കകത്തുനിന്ന് നമ്മുടെ കിഫ്ബിയുടേതായിട്ട് മാറേണ്ടി വരുന്നത്. നേരത്തെ ഈ 12,000 കോടി നമ്മുടെ ബോറോയിങ്ങിനകത്ത് നമ്മുടെ ഇതിനകത്ത് വരുമായിരുന്നില്ല. അത് കിഫ്ബിയുടെ പൊതു ഇതിൽ പോകുന്നതാണ്. അപ്പോൾ ഇത് പിന്നെ നോക്കിയിട്ട് ENDAGയും അതിൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ ഇത് റവന്യൂ ജനറേറ്റിംഗ് ആയിട്ട് വരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അത് കാരണം സുപ്രീം കോടതിയിലൊക്കെ പറഞ്ഞത് ഗവൺമെൻറ് ഗ്രാൻഡായിട്ട് കാണണം, അതുകൊണ്ട് ബോറോയിങ് ബാധിക്കണമെന്നൊക്കെ അവർ പറഞ്ഞ കാര്യം നിൽക്കട്ടെ. പക്ഷെ 4,000 കോടി ശരാശരി ഇപ്പോൾ ഒരു വർഷം കിഫ്ബിക്ക് സംസ്ഥാനത്തിൻ്റെ ഗ്രാൻഡായിട്ട് കൊടുക്കുന്നുണ്ട്. മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ പകുതി, പെട്രോളിൻ്റെ 1 റുപ്പി, ഇത് അവർക്ക് കൃത്യമായിട്ട് അഷ്വേർഡായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ 1000 രൂപ 100 കോടി മുടക്കി ഒരു സ്വകാര്യ വ്യക്തി തുടങ്ങുന്നതിൻ്റെ അത്രയും പ്രഷറില്ല കിഫ്ബിക്ക്. കാരണം ഏകദേശം ഇത്രയും രൂപ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ചുകൂടി നല്ല ഒരു മോഡലായിട്ട് തിരിച്ചു പിടിക്കുന്ന പണം കുറച്ചുകൂടെ കുറയ്ക്കാവുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ തന്നെ IT പാർക്കിന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടെക്നോ പാർക്കിലും സൈബർ പാർക്കിലും ഒക്കെ ഉള്ള ചില സ്കീമുകൾക്ക് ഓൾറെഡി കിഫ്ബി വഴി കൊടുത്തിട്ടുണ്ട്. ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്ന വലിയൊരു പരിപാടിയാണ്. ഇന്നും ഗിഫ്റ്റ് സിറ്റിക്ക് എനിക്ക് 200 കോടി രൂപയ്ക്ക് അടുത്ത് വെച്ചിട്ടുണ്ട് എറണാകുളം പാലം. അതുപോലുള്ള പദ്ധതിക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അതിനും റിട്ടേൺ കിട്ടുമ്പോൾ തരണമെന്ന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റതുപോലെ വളരെ ഹെവി ആയിട്ടുള്ള ഇത് വരുന്നത് ആയിരിക്കത്തില്ല ഇതിൻ്റെ റവന്യൂ മോഡൽ. അതെല്ലാം പൂർണ്ണമായിട്ടില്ലല്ലോ. ഇപ്പോഴും അതിൻ്റെ നെറ്റ്വർക്കിന് 100 കോടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ബഡ്ജറ്റിൽ നിന്ന് വെക്കും, കിഫ്ബിയിൽ നിന്ന് വെക്കും, അങ്ങനെ വെച്ചിട്ടാണ് ഇതൊക്കെ വരുന്നത്. അതെല്ലാം തിരിച്ച് വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ കെ-ഫോണിൻ്റെ ലൈനുകൾ വലിച്ചതിന് പൈസ മേടിക്കുന്ന തരത്തിൽ അവർ ഫീസ് മേടിക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിന് വളരെ ലാഭകരമായി വന്നിട്ടില്ല, പക്ഷെ എന്നാലും അത് ചെയ്യുന്നുണ്ട്. എൽ ഡി എഫിൻ്റെ പ്രകടന പത്രിക 2,500 രൂപയാക്കുമെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞ കാര്യത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല. എൽ ഡി എഫിൻ്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന സമയത്ത് കേരളത്തിന് ഇത്രയേറെ നമ്മുടെ പണം വെട്ടിക്കുറയ്ക്കുന്ന പരിപാടിയില്ലായിരുന്നു അവിടെ. അതിനുശേഷമാണ് 50,000 കോടിയിലധികം രൂപ വെട്ടിക്കുറച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അത്രയും പണം ചിലവാക്കിയിട്ട് പെട്ടെന്ന് LDF ഗവൺമെൻറ് വന്നപ്പോഴേക്കും, രണ്ടാം ഗവൺമെൻറ് വന്നപ്പോഴേക്കും നമുക്ക് വലിയ സാമ്പത്തിക പിടുത്തം വന്നു. കഴിഞ്ഞ വർഷം 5 ഗഡു നമ്മൾ കൊടുക്കാൻ പറ്റില്ല. 5 ഗഡു എന്ന് പറഞ്ഞാൽ 5,000 കോടിയാണ്. ആ 5,000 കോടി 2,000 കോടി ഇപ്പോൾ കൊടുത്തു തീർത്തു. അടുത്ത വർഷം 3,000 കോടി കൂടെ കൊടുക്കണം. 3,000 കോടി എന്ന് പറഞ്ഞാൽ വലിയ തുകയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ കൊടുക്കുക എന്നുള്ള പ്രയോറിറ്റി ആദ്യം നടപ്പിലാക്കുക എന്നുള്ളത് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം വെട്ടിക്കുറയ്ക്കുക എന്നുള്ളത് പ്രകടന പത്രിക തയ്യാറാക്കുന്ന സമയത്ത് ഇത്രയും വെട്ടിക്കുറച്ചിട്ടില്ല. അതിനുശേഷം രണ്ടാമത് LDF ഗവൺമെൻറ് വന്നപ്പോൾ വാശിപൂർവ്വമായി വെട്ടിക്കുറവ് വരുത്തി. അതിനെ നേരിട്ടുകൊണ്ടാണ്. എന്നാലും പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് പോലും നമ്മൾ പരമാവധി അത് അഡ്വാൻസ് ചെയ്ത് പോകും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആദ്യം ഇത് കൊടുക്കുക, 3,000 കോടിയും കൂടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഉത്തരവാദിത്വമാണ്. അത് കൊടുത്തു തീർക്കും. ബാക്കി കാര്യങ്ങൾ അതിന് അപ്പം തന്നെ ആലോചിക്കും. ഈ പ്രകടന പത്രിക പറഞ്ഞാൽ ബഡ്ജറ്റിൽ തന്നെ വേണമെന്നില്ല. അത് ബഡ്ജറ്റിൽ പറഞ്ഞിട്ട് തീരുമാനിക്കണമെന്നില്ല. ഏതാ ഈ പറഞ്ഞിട്ടുണ്ടല്ലോ, അടുത്ത വർഷമാണ് 3 പറഞ്ഞേക്കുന്നത്. അതിന് യാതൊരു സംശയമില്ല. 3,000 കോടി അതിന് കണ്ടിട്ടുണ്ട്. അതിനുശേഷം കുടിശ്ശികയല്ല, പിന്നെ കൂട്ടിക്കൊടുക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള സ്ഥിതിയാണ്. ഈ തരത്തിൽ നല്ലപോലെ ഫിനാൻഷ്യൽ ഗ്രോത്തും സെൻറ്ററിൽ നിന്ന് നമുക്ക് തരാനുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. സെൻറ്ററിൽ നിന്ന് വരാനുള്ള വന്നാൽ
പ്രകടന പത്രികയിലെ മുഴുവൻ കാര്യങ്ങൾ മാത്രമല്ല, സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിലൊന്നും ഒരു തടസ്സവും വരുന്ന കാര്യമില്ല. കിട്ടാനുള്ളതിൻ്റെ എത്ര വലിയ ഗ്യാപ്പാണ്. ഏതിൻ്റെ? കുട്ടികളുടെ എണ്ണവും മൈഗ്രേഷനായിട്ടൊരു ബന്ധമില്ല. അല്ല, മൈഗ്രേഷനായിട്ട് ബന്ധമേ ഇല്ല. അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ചു വീഴുന്ന കുട്ടികളുടെ എണ്ണം കുറയുന്നു. മൈഗ്രേഷൻ വരുമ്പോൾ എന്താ? രണ്ട് കണക്കുണ്ടതി. ഒന്ന്, ജനിച്ചു വീഴുന്ന കുട്ടികളുടെ എണ്ണം 3-3.5 ലക്ഷത്തിന് താഴേക്ക് വരുന്ന ഒരു വർഷം. പക്ഷേ ഇപ്പം കേരളത്തിലെ പോപ്പുലേഷനിലെ ചെറുപ്പക്കാരും പ്രായമുള്ളവരും തമ്മിലുള്ളവരുടെ അന്തരം കുറയുന്നതിന് ഒരു കാര്യം, അന്തരം വർദ്ധിക്കുന്നതിന് ഒരു കാര്യം, കുറേയേറെ പേര് പുറത്തേക്ക് പോകുന്നതാണ്. പക്ഷേ ജനനനിരക്ക് കുറഞ്ഞു എന്നുള്ളത് അതിബാധകമല്ലല്ലോ. എല്ലാ ഡെവലപ്ഡ് രാജ്യങ്ങളിലും യൂറോപ്പിലും അമേരിക്കയിലും നോക്കിയാൽ സാമ്പത്തിക വളർച്ച അനുസരിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? സ്കൂൾ കോളേജ് ക്ലാസ്സിൽ തന്നെ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ എക്കണോമിക്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിൽ തന്നെ ഇത്തരം പോപ്പുലേഷൻ കൺട്രോളിൽ എന്ന് പറയുന്നതിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലത്തുള്ളതിനേക്കാളും കുട്ടികൾ കുറയും വളരെ അഫ്ലുവൻ്റ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ. കേരളത്തിൽ സാമ്പത്തിക വരുമാനം വർദ്ധിക്കുന്ന ജീവിത സ്റ്റാൻഡേർഡ് ഉയർന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇഷ്യൂ പറഞ്ഞത്. ബഡ്ജറ്റിനകത്ത് എല്ലാം കൂടെ പറയാൻ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ സമയമില്ലാത്തതുകൊണ്ടാണ്. 6 ലക്ഷം പേർക്ക് ഉണ്ടായിരുന്നപ്പോഴത്തെ സ്കൂളും 6 ലക്ഷം പേർക്ക് ഉണ്ടായിരുന്നപ്പോഴത്തെ ടീച്ചർമാരും ഒരു വർഷം 6 ലക്ഷം പേര് ചേരുന്ന സമയത്ത് എല്ലാ സംവിധാനമുണ്ട്. ഇത് വരുമ്പോൾ ഓരോ രംഗത്തും ഇത് ബാധിക്കും. ഭാവിയിൽ വരുമ്പോൾ ചെറിയൊരു പ്രശ്നമല്ല നമ്മൾ നേരിടുന്നത്. അത് എന്താ പറഞ്ഞു വെച്ചാൽ, ജനസംഖ്യ, ആളുകൾ ഉണ്ടാവുന്നത് ജനസംഖ്യയുടെ കുറയുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഉണ്ടാവുന്ന ചെറുപ്പക്കാരിലൊരു 50,000 പേര് ഒരു വർഷം പുറത്തേക്ക് വന്നു വെച്ചു. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാവുന്ന കപ്പാസിറ്റി ഉള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂത്ത് കുറയുന്നു. അതാണ് ജനസംഖ്യാ പരിണാമവും കുടിയേറ്റമായിട്ട്. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നല്ല ശമ്പളവും ജോലിയൊക്കെ കിട്ടാവുന്ന പല മേഖലയുണ്ട്. പക്ഷേ ഇവിടുന്ന് അവിടെ പോകുന്ന പലരുടെയും സാഹചര്യം മോശമാണെന്നാണ് അറിയാമല്ലോ. കാനഡയിലും ഇംഗ്ലണ്ടിലും ഒക്കെ അവരുടെ സമരവും അവർ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്നതൊക്കെ വന്നിട്ടുണ്ട്. സോ അതാണ് പറഞ്ഞത്, ജനസംഖ്യാ പരിണാമത്തിൻ്റെ ഈ പ്രശ്നം ഇരിക്കുമ്പോൾ മുഴുവൻ ആളുകളും പുറത്തേക്ക് പോകുക. ഇപ്പോൾ തന്നെ പല സ്ഥാപനങ്ങളും അവർ പുറത്തേക്ക് അയക്കുന്നതിൻ്റെ ഒരു മിടുക്കാണ് പറയുന്നത്. അങ്ങനെ പുറത്തേക്ക് അയച്ചിട്ട് ആളുകളെ ഇവിടുന്ന് പമ്പ് ചെയ്യുകയല്ലേ വേണ്ടത്, ഇവിടെ തന്നെ നിലനിർത്തണം. ആ ഇഷ്യൂ ആണ് അവിടെ പറയുന്നത്. അല്ല, കുറച്ചുകൂടി അഗ്രസീവായി ആ കാര്യങ്ങൾ നോക്കേണ്ടി വരും എന്നുള്ളത് സത്യമാണ്. നേരത്തെ ഉള്ളത് വളരെ പാസീവായി. ഇപ്പം തന്നെ ഞാൻ പറയാം, ചില മാർക്കറ്റുകൾ നമ്മൾ ആദ്യം കൊടുത്തിരുന്നു, ഈ ഫിഷ് മാർക്കറ്റ്. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഉള്ള ഫിഷ് മാർക്കറ്റ് വന്നിട്ട് ഞാൻ MLA ആയി വരുന്ന സമയത്ത് അവിടെ ഇപ്പം ഒരെണ്ണം പൂർത്തീകരിച്ചു, ഒരെണ്ണം പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഇതൊക്കെ റവന്യൂ ഇങ്ങോട്ട് അടയ്ക്കണം എന്ന് പറയുന്നതായിരുന്നു. പക്ഷേ ചെറിയ തുകയായിട്ട് കുറേ എണ്ണമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേറൊരു സ്ഥാപനത്തിൽ കേരളത്തിലെ അർബൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഒരു ധനകാര്യ സ്ഥാപനമുണ്ട്. അവരെല്ലാം കൊടുക്കുമ്പം ഇത്ര രൂപ പലിശയ്ക്കാണ് എടുക്കുന്നത്, ഇത്ര രൂപയ്ക്ക് റിട്ടേൺ അടയ്ക്കണം. അപ്പോൾ അങ്ങനെ റിട്ടേൺ അടയ്ക്കാവുന്ന സ്ഥാപനങ്ങൾ റിട്ടേൺ അടയ്ക്കണം. ആ റോഡിൻ്റെ കാര്യം വേറൊന്നാണ്, അതിന് ഏത് തരത്തിൽ വേണം, എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത് നോക്കണം. പക്ഷേ ഇപ്പോൾ ഈ ഇവിടെയുള്ള വലിയ റോഡുകളിലൊക്കെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് പണിഞ്ഞ് അവിടുന്ന് ഇതൊക്കെ മേടിച്ചോട്ടെ, നമ്മുടെ നാട്ടിൽ ആരും ചെയ്യണ്ട എന്നുള്ള സമീപനമല്ല എൻ്റെ വ്യക്തിപരമായിട്ട്. പക്ഷേ അതിനകത്ത് തീരുമാനം ഫൈനലി എടുത്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. എങ്ങനെയാണ്, എത്രത്തോളം വേണം, എവിടെയൊക്കെ വേണം. ഇപ്പോൾ വരുന്ന പത്രത്തിൽ വരുന്ന വാർത്തകൾക്കൊന്നും അതേപോലെ അടിസ്ഥാനമില്ല. പക്ഷേ റവന്യൂ ജനറേറ്റിംഗ് മോഡൽ കാണേണ്ടി വരുമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമാവാൻ. ഇപ്പം ഇവിടുന്ന് കേരളം വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട് വരണമെങ്കിൽ 500 രൂപയൊക്കെ ആവും ടോള്. ഡൽഹിയിൽ നിന്ന് നമ്മൾ അമൃത്സറിലും ചണ്ഡീഗഡിലൊക്കെ പോകുന്ന റൂട്ട് അറിയാമല്ലോ നിങ്ങൾക്ക്, വളരെ ഫാസ്റ്റായിട്ട് ചെല്ലും, പക്ഷെ വലിയ ടോളാണ്. അങ്ങനെയുള്ള ടോൾ പിരിക്കുന്ന റോഡ് ഇവിടെയും വരികയാണ്. അത് കേരളത്തിലുള്ള ആളുകളല്ല, കമ്പനികളല്ല പിരിക്കുന്നത്. അത് കൊള്ളാമെന്ന് പറയുന്നത് ഉള്ള മാനസികാവസ്ഥയും വരാൻ പാടില്ല. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഫൈനൽ തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. റവന്യൂ ജനറേറ്റിംഗ് മോഡലുകൾ വേണ്ടി വരുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ഏതാ ഞാൻ കിഫ്ബിയുടെ കാര്യത്തിൽ തന്നെ ഈ പറഞ്ഞ റവന്യൂ മോഡലിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞു കൊല്ലത്തെയും അതുപോലെ വരാൻ പോകുന്ന പാർക്കുകളുടെ കാര്യം ഒരെണ്ണം പറഞ്ഞു. അത് വാസ്തവത്തിൽ നമ്മുടെ ലാൻഡിൻ്റെ കോസ്റ്റ് പകുതിയോളം വരും പലപ്പോഴും. അതില്ലാത്തൊരു മോഡലാണ്. അപ്പോൾ ഇങ്ങനത്തെ വളരെ വ്യത്യസ്തമായ മോഡൽ നോക്കാം. പ്ലാൻ കട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ പ്ലാൻ കട്ട് ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ല. റീസ്ട്രക്ചറിങ് ഒക്കെ ഉണ്ട്. പ്ലാൻ ഏത് സമയത്തായാലും മുഴുവൻ പണം ചിലവായില്ലെങ്കിൽ ആ പണം ചിലവാകാത്ത അവസ്ഥ വരും. ഇവിടെ ഇപ്പോൾ തന്നെ 50% എത്തുന്നുണ്ട്. പ്ലാൻ സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി അടുത്ത മാസമൊക്കെ 50% എത്തുന്നുണ്ട്. 50% കട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത്. അങ്ങനെ അതുപോലെ സ്കോളർഷിപ്പുകൾ കൊടുക്കത്തില്ല, പാവപ്പെട്ടവരുടെ കൊടുക്കത്തില്ല. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അന്ന് വരെ
ഫിനാൻസിൽ വന്ന മുഴുവൻ തുകയും അത് OEC, OBC, SC, ST എല്ലാം കൊടുത്തു തീർത്താണ്. അങ്ങനെ പണം കൊടുക്കാതെ അങ്ങനെയുള്ള സെക്ഷനൊന്നും കൊടുക്കാതിരിക്കുന്നില്ല. ഇതാണ് പൊതുവിൽ പ്ലാൻ കട്ടിൻ്റെ കാര്യം ചോദിച്ചതിനെ പറ്റി. എങ്ങനെ കൊടുക്കും പ്ലാൻ? ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഓർമ്മയെന്ന് ഞാൻ പറയുകയാണ്. 2021-22 വർഷമായിരുന്നു ആദ്യം ധനകാര്യമന്ത്രി എന്നതിൽ ഞാൻ ആദ്യത്തെ ചുമതലയെടുത്ത വർഷം. ആ വർഷം സംസ്ഥാനത്തിൻ്റെ മൊത്തം എക്സ്പെൻഡിച്ചർ 1,63,000 കോടിയാണ്. അത് അത്രയും വരാൻ കാര്യം 19,000 കോടി രൂപ PFE മാത്രം ക്രെഡിറ്റ് ചെയ്തു, ഈ പഴയ DA കുടിശ്ശികയും മറ്റു കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ തുക ഉൾപ്പെടെയുള്ള ലോഡാണ്. അതിനടുത്ത വർഷം 1,60,000 താഴെ ഉള്ളൂ. കഴിഞ്ഞ വർഷം 1,60,000 താഴെ ഉള്ളൂ. അത്രേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അത്രയും പണമേ ഉള്ളൂ. ഈ കൺസ്ട്രെയിൻസ് ഉണ്ട്. ഈ വർഷം ഞാൻ പറഞ്ഞു 1,78,000 കോടിയിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ ബഡ്ജറ്റ്. ചിലപ്പോൾ ഒരു 2,000-3,000 കോടി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അപ്പോൾ 1,59,000 60,000 കോടിയിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 1,68,000 എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ഗ്രോത്ത്. അടുത്ത വർഷവും ഇതുപോലെ 20,000 കോടിയുടെ ഗ്രോത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാപ്പക്സ് പോലെ ചില പ്രത്യേക സ്കീമുണ്ട് കേന്ദ്രത്തിൻ്റെ, അതായത് ബോറോയിങ് അവരുടെ ഈ ഫണ്ടിന് വേണ്ടി തരുന്നുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടും നമ്മുടെ ബോറോയിങ്ങിനുള്ള എല്ലാ FRBM ആക്ടിനകത്ത് നിന്നുകൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞത്. നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പ്ലാനിന് ഇപ്പോൾ കൊടുത്തേക്കുന്നത് ഈ വർധന 7% വർധനയാണ് വന്നേക്കുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ 32,500 സ്റ്റേറ്റ് പ്ലാൻ, ബാക്കി സെൻട്രൽ പ്ലാനാണ്. സെൻട്രലിൻ്റെ ചില CSS സ്കീമാണ്. നടത്താൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ കാണാം 1,600 കോടിയിലധികം ആണ് മൈനസ് വന്നത്. കുറേ ബഡ്ജറ്റ് അനൗൺസ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പം 500 കോടിയിലധികമാണ് നമ്മുടെ നവകേരള പദ്ധതിക്കായിട്ട് വെച്ചത്. 100 കോടി തന്നെ കോപ്പറേറ്റീവ് നമ്മുടെ ഈ തീരദേശം സംരക്ഷിക്കാനുള്ള പദ്ധതിക്ക്, ഫോറസ്റ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ കുറേ പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ സ്കീമുകൾ. ഞാനീ പറഞ്ഞ റവന്യൂ ജനറേറ്റിംഗ് മോഡൽ മുനിസിപ്പൽ ബോണ്ടും മറ്റും കളക്ട് ചെയ്തും ലാൻഡ് ഡെവലപ്പ് ചെയ്യും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും വരുവാണെങ്കിൽ 100 കോടി വെച്ചു. ഫസ്റ്റ് ഗെറ്റ് എന്നുള്ള പറയുന്ന പോളിസിയിലായിരിക്കും അത് ചെയ്യുക. അങ്ങനെ വരുന്ന കാര്യത്തിന് ഫണ്ട് വെച്ചു. ആ ഫണ്ടൊക്കെ വെച്ചത് ഈ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടുപോയി, നിങ്ങൾക്കുൾപ്പെടെ ഏറ്റവും വലിയ ബെനിഫിഷ്യലായൊരു പദ്ധതി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് നോക്കണം. അത് കോപ്പറേറ്റീവ് ഹൗസിംഗാണ്. ലൈഫ് പദ്ധതിയുണ്ട് കേരളത്തിൽ, വളരെ പാവപ്പെട്ട സാധാരണക്കാർക്കുള്ളതാണ്. അവരെ നമ്മൾ സഹായിക്കുന്നുണ്ട്. പിന്നെ ഫ്ലാറ്റുകളാണ് സിറ്റിയിൽ. 1 കോടി 80 ലക്ഷം 1.5 കോടി എത്ര പേർക്ക് മേടിക്കാൻ പറ്റും? സാധാരണ ഒരു സർക്കാർ ജീവനക്കാരനുൾപ്പെടെ, നിങ്ങളെപ്പോലെ സ്വതന്ത്രമായി പത്രമേഖല നിൽക്കുന്നവർക്കുൾപ്പെടെ, ഇടത്തരക്കാർക്കുൾപ്പെടെ മേടിക്കാൻ പറ്റുമോ? അതിനാണൊരു പുതിയ സ്കീം. അതാണ് ഈ വാസ്തവത്തിൽ ഏറ്റവും ഹൈലൈറ്റോടുകൂടി ആദ്യം ഞാൻ പറയേണ്ടിയിരുന്നത്. അത് കോപ്പറേറ്റീവ് ഹൗസിംഗ് ആണ്. കോപ്പറേറ്റീവ് ഹൗസിംഗ് 1 ലക്ഷം വീടുകളെങ്കിലും ഈ വർഷം അടുത്ത വർഷമായിട്ട് വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 2 വർഷം കൊണ്ട് ഒരു 25 ലക്ഷം മുതൽ 50 ലക്ഷം വരെയുള്ള വീടുകൾ എങ്ങനെ വരാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. സർക്കാർ ഒരു കാര്യം ചെയ്യും, ഒരു 10,000 കോടി രൂപ ഒരു വർഷം ചിലവാകുകയാണെങ്കിൽ അതിനകത്ത് 2% തീരുമാനിച്ചിട്ടില്ല, റൂൾസ് ഉണ്ടാവണം. നമ്മൾ പൊതു ഗൈഡ് ലൈൻസ് വെച്ചിട്ടേ ഉള്ളൂ. ഒരു ഇൻട്രസ്റ്റ് സബ്വെൻഷൻ കൊടുക്കും. പക്ഷേ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സ്വന്തമായിട്ടൊരു സ്ഥലം ഡെവലപ്പ് ചെയ്യുന്നു, അവർ മേടിക്കുന്നു. ഉദാഹരണം തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 10 ഏക്കർ സ്ഥലം മേടിക്കുന്നു, 20 ഏക്കർ സ്ഥലം മേടിക്കുന്നു. അവിടെ നമ്മുടെ പഴയ ടൗൺഷിപ്പ് പോലെ അത് ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഫ്ലാറ്റ് വെക്കാനും വീട് വെക്കാനും ഇൻഡിപെൻഡൻറ്റ് വില്ല വെക്കാനും കൊടുക്കുന്നു. നിങ്ങളൊരു 8 പേര് ചേർന്ന് അല്ലെങ്കിൽ 10 പേര് ചേർന്ന് ഒരു 50 സെൻറ്റ് സ്ഥലം മേടിക്കുന്നു. അവിടെ ഈ 10 ഫ്ലാറ്റ് വെക്കുന്നു. ബോംബെയിലും ഡൽഹിയിലും, ബോംബെയിലുണ്ട്, കൽക്കട്ടയിലുണ്ട്, ചെന്നൈയിലുണ്ട്, വലിയ നഗരങ്ങളിലല്ല. ഈ കോപ്പറേറ്റീവ് ഹൗസിംഗ് എന്ന് പറയുന്നതാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയൊരു കാര്യം. ഹൗസിംഗ് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്കൊന്നാമത് പൊതുവിലുള്ള ഈ സ്ഥലം മേടിച്ചിട്ടാണല്ലോ ഈ കിട്ടുന്നത്. അതിന് സബ്സിഡി ഒന്നും ഇല്ലെങ്കിലും ന്യായമായ വിലയ്ക്ക് കിട്ടും. റോഡ്, മറ്റു കാര്യങ്ങളും, ജനറൽ പൈപ്പും പിന്നെ വാട്ടർ സപ്ലൈ ഒക്കെ അവർ ഉറപ്പാക്കും. അങ്ങനെയുള്ള സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന കോപ്പറേറ്റീവ് ഹൗസിംഗ് ആണ് ഈ ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റ്. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കോപ്പറേറ്റീവ് ഹൗസിംഗ് സ്കീമാണ്. സക്സസ്ഫുള്ളായി നടക്കുകയാണെങ്കിൽ കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാവുന്നൊരു സ്കീമാണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അതിന് പഞ്ചായത്തുകളും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയൊക്കെ വന്നാൽ അവർക്ക് ഈ സ്ഥലം മേടിക്കാൻ അവിടെ ഒരു സീഡ് മണി 100 കോടി പറഞ്ഞിട്ടുണ്ട്. 100 കോടി അതൊക്കെ വെറുതെ പറഞ്ഞല്ല, അവരിപ്പോൾ വന്നു കഴിഞ്ഞാൽ കൊടുക്കാനാണ്. ഇതായിരിക്കും ഇത് വിഴിഞ്ഞത്തിൻ്റെ ഉൾപ്പെടെയുള്ള പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. ഇപ്പം തന്നെ ആളുകൾക്ക് ഈ സ്ഥലം മേടിച്ചൊരു കോപ്പറേറ്റീവ് ഹൗസിംഗ് സ്കീമിലേക്ക് പോകുക. അടിയന്തരമായിട്ട് അതിൻ്റെ റൂൾസൊക്കെ ഉണ്ടാക്കും. നിങ്ങളും നോക്കേണ്ടതാണെന്ന് എൻ്റെ അഭിപ്രായം. ഒരു വീട് നാട്ടിലുണ്ടാവും, കോട്ടയത്തോ ചങ്ങനാശ്ശേരിയിലൊക്കെയുള്ള വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ വേറെ ദൂരെയുള്ള പത്തനാപുരത്തു നിന്നൊക്കെ ആയിക്കോട്ടെ, ഏത് സ്ഥലമായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക്
അവർക്ക് ഒരു വീടുണ്ടാവുക, അത് വളരെ ഹെവി ആയിട്ടുള്ള ചിലവില്ലാത്ത തരത്തിലേക്ക് വരിക, പത്രപ്രവർത്തകർക്കൊക്കെ അങ്ങനെ സാധനം വരുന്നതാണ് ഈ കോപ്പറേറ്റീവ് ഹൗസിംഗ്. അത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. കേരളത്തിലെ എല്ലാ ക്ലാസ് 1 നഗരങ്ങളിലും ക്ലാസ് 2 നഗരങ്ങളിലും വരാവുന്ന നല്ലൊരു സ്കീമാണ്. അങ്ങനൊരു കാര്യം വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളൊന്ന് പ്രത്യേകം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ പറയുന്നത് 100 കോടി രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷൻ വന്നാൽ കൊടുക്കണ്ടേ? കൊടുക്കാൻ പറ്റും, അതിനുള്ള ഫണ്ടുണ്ട്. അതിൻ്റെ കോൺഫിഡൻസോടുകൂടിയാണ് ഈ കാര്യം പറയുന്നത്. ഏതിൻ്റെ? ഈ റബ്ബറിൻ്റെ ഇപ്പോൾ കൂട്ടിയിട്ടില്ല. അല്ല, താങ്ങുവിലയുടെ കാര്യം ഞാനിപ്പോൾ ഒരു മന്ത്രിയുടെ ചുമതല വഹിക്കുന്നതിന് മുമ്പ് ഞാൻ കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. എന്ന് മാത്രമല്ല, ഞാനൊരു റബ്ബറൊക്കെ കൃഷിയൊക്കെ ഉള്ള ആളാണ്. നമ്മൾ ഈ തറവിലയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്, തറവിലയാണ് മാർക്കറ്റ് വിലയേക്കാളും കുറച്ചുകൂടെ കൂട്ടുക എന്നുള്ളതല്ല. റബ്ബറിൻ്റെ തറവില ഇനിയും കൂടേണ്ടതാണെന്നുള്ളതിനകത്ത് നമുക്ക് യാതൊരു സംശയമില്ല. 250 ആവണം. അതിന് കേന്ദ്രത്തിൻ്റെ ഒരു ശക്തിയ ഒരു റിവോൾവിംഗ് ഫണ്ട് തരണമെന്നൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം 10 രൂപ കൂട്ടി. വാസ്തവത്തിൽ അന്ന് മാർക്കറ്റ് വില കുറവായിരുന്നു, അതിൻ്റെ ഒരു ഗുണമുണ്ടായി. അതിനു മുമ്പത്തെ വർഷം ശരിക്കും ഈ ഗവൺമെൻറ് വരുന്ന ഏപ്രിൽ മാസത്തിലാണ്, അന്ന് ഞാനിവിടെ മെമ്മോറാണ്ടം കൊടുത്ത ആളാണ് 20 രൂപ കൂട്ടാൻ. അപ്പം അങ്ങനെ 20, 10, 30 രൂപ ഈ സമയത്ത് കൂട്ടി. നമുക്ക് ബേസിക്കലി കർഷകന് കിട്ടേണ്ട ഒരു മിനിമം വിലയുടെ കാര്യത്തിലാണ് നമ്മൾ ഈ റബ്ബർ ഉൾപ്പെടെയുള്ള കാര്യം. റബ്ബറിൻ്റെ കാര്യത്തിൽ ഇനിയും ഭാവിയിലും കൂട്ടേണ്ടതാണെന്നുള്ള സംശയമില്ല. പക്ഷേ തറവിലയാണ് അത് 205 രൂപ കിട്ടുമ്പോൾ അതിൻ്റെ മേളിൽ എന്ന നിലയിലല്ല. അപ്പോൾ ആ തറവില ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 30 രൂപ ഈ കഴിഞ്ഞ 3.5 വർഷത്തിനിടയിൽ നമ്മൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. അത് പിന്നെ അവിടെയും പോസിറ്റീവായ കാര്യമാണ്. കുറച്ചുകൂടെ റബ്ബറിൻ്റെ മേഖലയിൽ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ വേണമെന്നാണ് അഭിപ്രായം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഈ റബ്ബർ മാത്രമല്ല, പല മേഖലയ്ക്കും ഇങ്ങനെയുള്ള പ്രത്യേക സപ്പോർട്ട് വേണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഒരൊറ്റ സ്കോളർഷിപ്പും വെട്ടിച്ചുരുക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, കേന്ദ്രം കൊടുത്തുകൊണ്ടിരുന്ന പല സ്കോളർഷിപ്പുകളും നിർത്തിയത് നമ്മൾ ആ സ്കോളർഷിപ്പ് വേറെ തരത്തിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. PhD വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു പുതിയ സ്കീം അനൗൺസ് ചെയ്തല്ലോ, CMs. അതൊരു ഇപ്പം 10,000 രൂപ വെച്ചൊരു കുറേ പേർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോഴോ UGC, IICT അതുപോലെ പ്രത്യേക യൂണിവേഴ്സിറ്റിയുടെ തരത്തിൽ ഫണ്ടൊക്കെ ഉള്ളൂ, സ്കോളർഷിപ്പ് ഉള്ളൂ. നമ്മുടെ PhD വിദ്യാർത്ഥികൾക്ക് ഒരു പുതിയ പദ്ധതിയാണ്. 20 കോടി എന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പർ കുട്ടികൾക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന സഹായകരമായ കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളത് കൊടുക്കുന്നു എന്ന് മാത്രമല്ല, പുതിയ കാര്യങ്ങൾക്കും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിനകത്ത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ അക്കാഡമിക് അവരുടെ ഒരു അടിസ്ഥാന പിന്നെ വിവരവും ധാരണയും വിദ്യാഭ്യാസവും മെച്ചപ്പെടുത്തുന്ന കാര്യത്തിനകത്ത് കൂടുതൽ ഫണ്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വെട്ടിക്കുറയ്ക്കാനില്ലെന്ന് മാത്രമല്ല, കൂടുതൽ കൊടുക്കുക ചെയ്യുന്നത്. ഇനിയും കൊടുക്കും. അതെ, വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലത്തിൻ്റെ എല്ലാം ഉണ്ട്. അല്ല, അങ്ങനല്ല, വായിച്ചു നോക്കിക്കോളൂ. വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഇതിനകത്ത് ഏതാ അത് വിഴിഞ്ഞം, കൊല്ലം, കൊട്ടാരക്കര, പുല്ലൂർ എന്ന് പറയുന്ന റൂട്ട് പറയുന്ന പോലെയുള്ളൂ. പദ്ധതികളെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ആ പദ്ധതികളെ കുറേ എല്ലാം പറഞ്ഞിട്ടുമില്ല. പ്ലാൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, ഡീറ്റെയിൽ പ്ലാൻ നോക്കിയാൽ എല്ലാ സ്ഥലവും ഉണ്ട്. ഇപ്പം മറീന വരുന്നു. കഴിഞ്ഞ ആലപ്പുഴ നമ്മളൊരു മറീന പ്രഖ്യാപിച്ചതാണ്. ഇപ്പം മറീന 5 കോടി രൂപയാണ് ടൂറിസം അവർ പ്ലാനെല്ലാം ചർച്ച ചെയ്തപ്പോൾ അങ്ങനെ ഒരെണ്ണം വരുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ആലോചിച്ചതിൻ്റെ വിശദമായ കാര്യങ്ങൾ പിന്നെ വീണ്ടും അടുത്ത ദിവസങ്ങളിൽ പറയാം. ഒരു സ്ഥലത്ത് മാത്രമല്ല, എങ്കിലും പദ്ധതികളുണ്ട്. ഇപ്പം എല്ലാ സ്ഥലത്തും എടുത്ത് നോക്കിയാൽ കാണും. ഞാൻ പിന്നെ പറയുമ്പോൾ ഞാൻ കൊല്ലം പറയുന്നതെന്ന് വിചാരിക്കും. മെഡിസപ്പിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അതിൻ്റെ കാലാവധി ഇപ്പോൾ കഴിയും. കാലാവധി കഴിയുമ്പോൾ അതിനകത്ത് വാസ്തവത്തിൽ ജീവനക്കാരുടെ ഒരു പൊതുവായ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ ഒരു സംഗതി കൂടിയായത്. ഗവൺമെൻറ് അതിനകത്ത് ഫണ്ട് എടുക്കുന്നുമില്ല, കൊടുക്കുന്നുമില്ല. പൊതുവിൽ മാനേജ് ചെയ്യുന്നതിനുള്ള ചിലവ് ഗവൺമെൻറ് വരുന്നു. പക്ഷേ ഇതിനകത്ത് ഇൻഷുറൻസ് കമ്പനി 500 രൂപ വെച്ചിട്ട് മേടിച്ച് 6000 രൂപ മേടിച്ച് അവരുടെ പ്രശ്നം 500 കോടിയാണ് അവർക്ക് ആദ്യത്തെ വർഷം കിട്ടിയത്. അവർ പറയുന്നത് 700 കോടിയിലധികം ആ വർഷം ചിലവായി. അങ്ങനെ 2-3 വർഷം വന്നപ്പോൾ അവരുടെ എക്കണോമിക്സ് ഉണ്ടല്ലോ, അവരുടെ ഇതിൻ്റെ ഒരു എക്കണോമിയും അവരുടെ റിട്ടേണും ഒക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് അവർക്ക്. എന്തായാലും ഇപ്പം കാലാവധി കഴിയുന്നൊരു സമയമായിട്ട് വീണ്ടും അവരുമായി ചർച്ച ചെയ്ത് മാത്രമേ അത് നടപ്പിലാക്കാൻ പറ്റൂ. ഇതിനിടയ്ക്ക് ഞാൻ ജീവനക്കാരുടെ സംഘടനകളെ വിളിച്ചിരുന്നു. എന്തിനും നമ്മൾ LDF ആണെങ്കിൽ UDF ആണെങ്കിൽ LDF-ഉം ആരാണെങ്കിലും BJP-യും അങ്ങനെയാണ് പിന്നെ ഇവരുടെ ഒരു സമീപനം.
അപ്പോൾ ഇതാകെ കുഴപ്പമാണ്. ഏത് 95 ആദ്യത്തെ പേഷ്യൻ്റ് 101 വയസ്സുണ്ടായിരുന്ന ആളാണ്, ഒരു മെഡിക്കൽ ചെക്കപ്പും ഇല്ലാതാണല്ലോ ഇതിൽ ചേരുന്നത്. അത്രയും ഒരു സംഗതി വേറെ ഇവിടെ ഇല്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് പരാതികളേറെയാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നതനുസരിച്ച് ഇത് വേണോ വേണ്ടേ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നത് ഞാൻ അവരോട് പറഞ്ഞു. എനിക്കതിനകത്ത് പിന്നെ മറച്ചൊന്നും വെക്കാനില്ല. അവർ നേരിട്ട് പറഞ്ഞു. കാരണം രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നില്ല. അവരുടെ ഒരു സ്കീമാണ്. നിങ്ങൾക്ക് പത്രപ്രവർത്തകർക്ക് അതുപോലെ കിട്ടിയാൽ നല്ലതാണെന്ന് തോന്നത്തില്ലേ? അത്ര നല്ല സ്കീമാണ്. പക്ഷെ ഇപ്പോൾ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തും. ജീവനക്കാരും അവരെ കൊണ്ട് വിശ്വാസം എടുത്തിട്ട് കമ്പനിയായിട്ട് സംസാരിക്കും. ഞങ്ങൾ 1 റൗണ്ട് 2 റൗണ്ട് ചർച്ച നേരത്തെ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർന്ന് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകും. മെഡിസപ്പ് ഏറ്റവും നല്ലൊരു പദ്ധതിയാണെന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം. അത് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളെടുക്കും. അങ്ങനല്ല, ഞാനതുകൊണ്ടാണ് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളൊരു ഒരു ഒരു ഭാഗം ഇതിനകത്തുണ്ട്. ഈ സാധാരണ കഴിഞ്ഞ വർഷം വരെ ഇതില്ല. അതിനകത്ത് ഈ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തിനെ ഹെൽത്തിനെ പറ്റി നീതി ആയോഗിൻ്റെ ഒരു പഠനം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു റവന്യൂ വരുമാനത്തിൻ്റെ കാര്യത്തിൽ വർധനയിലൊക്കെ നമ്മൾ നല്ല സ്ഥിതിയിലാണ്. പക്ഷേ നമ്മൾ ബോറോയിങ്ങിൻ്റെ ക്വാളിറ്റി എക്സ്പെൻഡിച്ചർ അല്ല നടത്തുന്നത്. ക്വാളിറ്റി എക്സ്പെൻഡിച്ചർ അല്ല എന്ന് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുന്നു, സോഷ്യൽ സർവീസ് കൊടുക്കുന്നു, ആശുപത്രി കൊടുക്കുന്നു, വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നു. അത് ശരിയല്ല എന്നൊരു സമയം അവർ പറഞ്ഞു. നമുക്കതിനോട് യോജിപ്പില്ല. കാരണം സോഷ്യൽ സെക്യൂരിറ്റിയും എഡ്യൂക്കേഷനും ഹെൽത്തും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ കുറയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ഈ പറഞ്ഞതുപോലെ പ്ലാനിനകത്ത് വലിയ തോതിൽ ഒരു കുറവ് വരുന്നില്ല. ഇടക്കാലത്ത് ഈ വല്ലാത്തൊരു ക്രൈസിസിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് റിലീവ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും അത്യാവശ്യമുള്ളൊരു മേഖലയുടെയും വെട്ടിക്കുറച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞത് സാധാരണക്കാരുടെ ആശുപത്രി ചെലവ്, മരുന്ന്, ഭക്ഷണത്തിൻ്റെ കാര്യം, കൂലി, ശമ്പളം, ഡെയിലി വേജസുള്ള ഒത്തിരി കാര്യമുണ്ട്. അതിനൊന്നും ഒരു കാര്യവും വെട്ടിക്കുറയ്ക്കുന്ന പ്രശ്നമില്ല. അതിനകത്ത് തർക്കം വരത്തില്ല. എന്ന് മാത്രമല്ല, ആ റീഅറേഞ്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞ് കറക്റ്റ് ചെയ്യും. അല്ലാതെ അങ്ങനെ പ്ലാൻ കട്ടായിട്ട് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ റീഅറേഞ്ച്മെൻറ്റ് ആ സമയത്ത് ക്രൈസിസ് വന്നപ്പം റീഅറേഞ്ച് ചെയ്ത് പ്രയോറിറ്റിയൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ മറ്റേ ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ 14,500 അല്ല 15,000 കോടി ബഡ്ജറ്റിൽ ഒരു ഹെഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഫസ്റ്റിൽ അവിടെ കിടക്കണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പക്ഷേ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോക്കുമ്പോൾ പിന്നെ ഇപ്പോഴത്തെ വർഷം 14,069. പക്ഷേ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഹെഡൂടെ വരുമ്പം 29,000 കോടി രൂപയാണ് നമ്മൾ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുമ്പോൾ 14,069 കോടിക്ക് പകരം 22,806 കോടി ആക്ച്വലി ഈ വർഷം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. എങ്ങനെ വരുന്നത്? പഞ്ചായത്തിന് 9,000 കോടി നമ്മൾ കൊടുക്കും. അത് മുഴുവൻ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടാണ് കണക്കാക്കുന്നത്. വാസ്തവത്തിൽ അതിൻ്റെ 50% പഞ്ചായത്തിന് കിട്ടുന്നത് റോഡ്, അവരുടെ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതെ, രണ്ടാമത്തെ കാര്യം ഈ മെയിൻ്റനൻസ് ഗ്രാൻഡ്, ഡെവലപ്മെൻറ്റ് ഫണ്ട്, ഇതും ഇതിനാണ് പോകുന്നത്. കിഫ്ബിക്ക് പോയിട്ട് വരുന്നത് ഇതൊക്കെ അതിന് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പല എക്സ്പെൻഡിച്ചറും ശരിയാണ്. ഇപ്പോൾ 700 കോടിയാണ് ഇപ്പോൾ നമ്മൾ കാരുണ്യക്ക് വെക്കുന്നത്. കാരുണ്യക്ക് 1,200 കോടി ആകുമ്പം കൊടുക്കേണ്ടി വരും. KSRTCക്ക് 1000 കോടിയാണ് വെക്കുന്നത്. 2,300 കോടിക്കടുത്ത് KSRTCക്ക് കഴിഞ്ഞ വർഷമൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് സ്പെൻഡിങ് വരുന്നുണ്ട്. അതുകൊണ്ട് സ്പെൻഡിങ് കുറച്ച് വരുമ്പോൾ അങ്ങനെ ചില മേഖല വരുന്നുണ്ട്. പക്ഷേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ പണം കുറയുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഞാൻ ഈ പറഞ്ഞ കണക്ക് വെച്ചിട്ടാണ് ഇത് വളരെ കൃത്യമായി ആധികാരികമായിട്ട് അവർ പഠിച്ചിട്ടല്ലാതെ കണക്ക് വെക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വർക്ക് ഇപ്രാവശ്യം നടത്തിയിരുന്നു. എന്താണ് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി വെക്കുന്നത്, അങ്ങനെ വെച്ചിട്ടാണ് ഈ വന്നേക്കുന്നത്. അവസാനിപ്പിക്കാമെന്ന്. താങ്ക് യു.